അപ്പോൾ ആശുപത്രിയിൽ കുറച്ച് സീരിയസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നിങ്ങളൊരു കേസ് ഏറ്റെടുത്തിരുന്നു. അതായത് ഞാൻ പറഞ്ഞിരുന്നു ഒരു വീഡിയോ ഒക്കെ വരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു മുമ്പ്. ആ വീഡിയോ ഞാൻ എല്ലാം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് നാളായിട്ട് അത് പോസ്റ്റ് ചെയ്യും. ഓക്കെ, ആ ഒരു സങ്കടമൊക്കെ ഞാൻ അങ്ങനെ ഇടയ്ക്ക് വരണം, വീഡിയോയിൽ വരണം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കും. അപ്പോൾ ഞാൻ അതൊക്കെ കാണുമ്പോൾ എങ്ങനെ വരാനാ, എത്ര പേര് മരിച്ചു ഒന്നാലോചിച്ച് നോക്കിയാൽ. നമ്മളൊക്കെ കടന്നുറങ്ങി നേരം വെളുത്തപ്പോൾ നമുക്ക് ഉറ്റവരും ഇടവരൊന്നും ഇല്ല, അഡ്രസ്സ് പോലും ഇല്ല, ആരാ എന്താണെന്ന് മയ്യത്ത് പോലും ഇല്ലാത്തൊരവസ്ഥ. ഞാൻ ഇന്നെ കുറച്ച് ദിവസം കാണാതെ ഇരുന്നാൽ ഞാനതിന് പിന്മാറിയെന്നോ അല്ലെങ്കിൽ ഞാൻ തോറ്റുപോയിന്നോ പേടിച്ചു പോയിന്നോ അങ്ങനെ കുറേ ആൾക്കാർ കമൻ്റ് ഇടുന്നത് കണ്ട്. അങ്ങനെയൊന്നുമല്ല. ഇതേമോളുണ്ട്, നമ്മളെ 90% മാച്ചിങ് ഉണ്ട്. കാരണം മാച്ചിങ് എന്ന് പറയുന്നത് നമ്മൾ പോയിരുന്നു, അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നല്ലോ മുമ്പ്. മാച്ചിങ് എന്ന് പറഞ്ഞത് അവരുടെ വയസ്സ്, ആ കുട്ടീനെ അവർ ഒരു മുസ്ലിം ഫാമിലിയിൽ നിന്ന് വാങ്ങിയിട്ട് വളർത്തിയതായിരുന്നു. അങ്ങനെയാണ് നമ്മൾ അറിഞ്ഞത്. അങ്ങനെ നമ്മളത് അന്വേഷിച്ചപ്പോൾ കുട്ടിയുടെ ഓക്കെ, അപ്പോൾ ആ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് വീഡിയോക്ക് അപ്പോൾ ആ ഒരു കാര്യത്തിന് പിന്നാലെയായിരുന്നു നമ്മളെ അന്വേഷണമൊക്കെ. കാര്യം തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ആ കുട്ടീൻ്റെ പിന്നാലെ പോയി. അത് നമുക്ക് പ്രതീക്ഷിക്കാതെ വന്നൊരു കോളായിരുന്നു. കർണാടകത്തു നിന്നായിരുന്നു അത് വന്നത്, ആ കോള്. അപ്പോൾ അങ്ങനെ ആളുകളൊക്കെ അവിടെ ചെന്നു. ഒരുപാട് ബുദ്ധിമുട്ടി പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടി. അങ്ങനത്തെ ഏരിയയാണ്, അങ്ങനത്തെ ഭയങ്കര പ്രശ്നമുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം നോക്കിയത് ഈ കുട്ടീനെ മേടിച്ചതാണ്. അതൊരു മുസ്ലിം ഫാമിലിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച കുട്ടിയായിരുന്നു അത്. അപ്പോൾ ഒരു മുസ്ലിം ഫാമിലിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച കുട്ടിയായിരുന്നു. അപ്പോൾ നമ്മളത് ഓക്കെ ആയി. പിന്നെ കുട്ടീൻ്റെ ഏജ് അറിയാനായിരുന്നു പിന്നീടുള്ളത്. അങ്ങനെ കുട്ടീൻ്റെ ഏജ് കാര്യങ്ങളും ഏകദേശമൊക്കെ ഓക്കെയാണ്. പിന്നെ കുട്ടീനെ നമുക്കൊന്ന് കാണണമെന്നുണ്ട്. അപ്പോൾ കുട്ടീനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനൊരു 10-100 ആൾക്ക് അത് അയച്ചു കൊടുത്തു. അങ്ങനെയല്ല, പല ആളുകൾ എൻ്റെ ഏറ്റവും സർക്കിളിൽ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾക്കും മാത്രം അയച്ചു കൊടുത്തു. അത് ആ കുട്ടിയാണ്. അപ്പോൾ എല്ലാവരും പറയുന്നത് അത് ആ കുട്ടിയാണ് എന്നാണ് പറയുന്നത്. പിന്നെ കുട്ടിയുടെ മാതാപിതാക്കളെ കാണിച്ചപ്പോഴും ഒരു സാമ്യം, അതായത് കുട്ടീൻ്റെ ചെറിയ ഫോട്ടോയും പുതിയ ഫോട്ടോ എടുത്ത് നല്ല സാമ്യം തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീണ്ടും അതിനെക്കുറിച്ചുള്ള അന്വേഷണവും കാര്യങ്ങളൊക്കെ നോക്കി. അതിൽ കുറേ വെല്ലുവിളികളും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല എനിക്ക്. ഓക്കെ, അപ്പോൾ ഈ കുട്ടിയുടെ ഇത് കൺഫേം ആയിട്ടില്ല. അവർ പുറത്തുനിന്ന് പറഞ്ഞു. അപ്പോൾ ഇനി സ്കൂളിലെ രജിസ്റ്ററും കാര്യങ്ങളും കൂടെ ഒക്കെ നോക്കണം. അപ്പോൾ അത് നോക്കിയിട്ട് കൺഫേം ചെയ്യാനുള്ളൂ. അപ്പോൾ 10ാം ക്ലാസ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര നിരാശയും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ വീണ്ടും നമ്മൾ അതായത് ആദ്യത്തെ വീഡിയോകളിലൊക്കെ നിങ്ങൾ അന്വേഷിച്ചെത്തിയിരുന്ന ആ വഴികളിൽ തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ശക്തമായിട്ട്. കാരണം റഫീഖ് അതുപോലുള്ള ആളുകളൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ ദിയാമോളുടെ കുറച്ച് പുതിയ അപ്ഡേഷൻ ഇന്നലെ ജുനൈദ് ലൈവിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്നലെ ഒരു ലൈവിൽ വരുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ ഉപ്പാക്ക് അസുഖമായതുകൊണ്ട് ആണ് അദ്ദേഹം ലൈവിലും അതുപോലെ തന്നെ വീഡിയോ ഒന്നും ആയിട്ട് അദ്ദേഹം വരാതിരുന്നത്. ഇന്നലെയാണ് ഉപ്പാനെ ഡിസ്ചാർജ് ചെയ്തത് എന്ന് ആ ലൈവിൽ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ആ ഉപ്പാക്ക് എത്രയും പെട്ടെന്ന് ഷെഫിയാകട്ടെ. ഹാർട്ടിന് എന്തോ പ്രോബ്ലം ആണെന്നാണ് പറയുന്നുണ്ടായിരുന്നത്. എന്തായാലും ആ ഉപ്പാൻ്റെ അസുഖം എത്രയും പെട്ടെന്ന് ഷെഫിയാകട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അതുപോലെ തന്നെ ജുനൈദ് കുറച്ച് കാര്യങ്ങൾ, ദിയാമോളുടെ കുറച്ച് കാര്യങ്ങൾ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ദിയാമോളുടെ ഒരു ഫോട്ടോ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു അന്വേഷണത്തിലായിരുന്നു ജുനൈദും അതുപോലെ തന്നെ ജുനൈദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പേരും ആ ഒരു അന്വേഷണത്തിലായിരുന്നു. അപ്പോൾ ആ അന്വേഷിച്ച ആ കുട്ടിയാണെങ്കിൽ ഇപ്പോൾ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ദിയാമോളാണെങ്കിൽ 10ാം ക്ലാസ്സിൽ എത്തേണ്ട ഒരു പ്രായം ആയിട്ടില്ല, ഒന്നില്ലെങ്കിൽ 6-7 ആ ഒരു പ്രായമായിട്ടുള്ളൂ. അപ്പോൾ 10ാം ക്ലാസ്സിലാണ് എന്ന് പറയുമ്പോൾ അതൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇവർ കണ്ടെത്തിയ ആ മോള് 10ാം ക്ലാസ്സിലാണ് എന്ന് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. അത്രയും പ്രായമാവാനുള്ളത് ദിയമോൾ ആയിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് ഒരു ഇത് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അതൊരു ദുഃഖകരമായിട്ടുള്ളൊരു ന്യൂസാണ്. പക്ഷേ ആ മോളുടെ ഫോട്ടോയും അതുപോലെ തന്നെ ദിയാമോളുടെ ചെറുപ്പത്തിലുള്ള ഫോട്ടോയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും ദിയാമോളെ പോലെ തന്നെയാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. മോളുടെ ഉപ്പായും അതുപോലെ തന്നെ ഉമ്മയും എല്ലാം ആ ഫോട്ടോ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ ഫോട്ടോ പുറത്ത് വിടാൻ പറ്റില്ല. എന്താണെന്ന് ചോദിച്ചാൽ അവർ
ആ മോളെ എന്താണ് ദേവിയായിട്ടാണ് കാണുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഹിന്ദു ആ ഒരു ഇതിലായിരിക്കും ആ മോള് വളരുന്നത് എന്നാണ് അറിയപ്പെടുന്നത്. എങ്കിൽ കൂടെ ആ മോള് ദിയ ഫാത്തിമ അല്ല എങ്കിൽ ആ മോള് ആരാണ്? ഒരു മലയാളി തന്നെ ആയിരിക്കാനാണ് സാധ്യത. കേരളത്തിൽ നിന്നും പോയ ഒരു മലയാളി പെൺകുട്ടിയാണ് എന്ന് തന്നെയാണ് ജുനൈദ് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ആ യൂട്യൂബറിൻ്റെ പേരൊന്നും ഞാൻ പറയാൻ ഇവിടെ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. പുള്ളിക്കാരി പറയുന്നത് ജുനൈദിനെ അടുത്തൊരു ഫിറോസ് കുന്നുമ്മേലാവുകയാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഫിറോസ് കുന്നുമ്മേലാവുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഫിറോസ് ആദ്യമൊക്കെ ചാരിറ്റിയും അതും ഇതൊക്കെ ചെയ്തിട്ട് ഫിറോസ് എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ചെയ്യുന്നു എന്നൊക്കെയാണല്ലോ പിന്നീട് വന്ന കുറേ ന്യൂസുകളും കാര്യങ്ങളൊക്കെ. ആ ഒരു ഇതിലേക്കാണ് ജുനൈദ് പോകുന്നത് എന്ന തരത്തിലാണ് ആ പുള്ളിക്കാരി ആ ലൈവിൽ ആ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ആ ഒരു ഇത് കണ്ടപ്പോൾ എനിക്കെന്തോ ഒരു ഇത് തോന്നി. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ യൂസഫ് അലി എത്രയും നന്മകൾ ചെയ്യുന്നുണ്ട്. യൂസഫ് അലി എന്തെല്ലാം നന്മകൾ ചെയ്യുന്നുണ്ട്. എല്ലാ നന്മകളും ചെയ്തതെല്ലാം നമ്മൾ ഒരു വീഡിയോയിലൂടെ ഒരു റിയാക്ഷനിലൂടെ നമ്മൾ പറയുകയാണ്. അദ്ദേഹം അങ്ങനെ ചെയ്തു, അദ്ദേഹം കുറേ പേരെ പഠിപ്പിച്ചു, അതുപോലെ തന്നെ കുറേ വീടുകൾ വെച്ച് കൊടുത്തു, കുറേ പേർക്ക് ജോലി നൽകി, കുറേ പാവങ്ങളെ കെട്ടിച്ചു കൊടുത്തു. അതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് പക്ഷേ ഇദ്ദേഹം ചെയ്യണത് വേറെ എന്തെങ്കിലും ഒരു ഇത് കണ്ടിട്ടാണോ, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഒരു ഉദ്ദേശത്തിലാണോ ഇദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അത് വേറെ എന്തെങ്കിലും ബെനിഫിറ്റ് ആഗ്രഹിച്ചിട്ടാണോ ഇയാൾ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പറഞ്ഞ ആ ഒരു വേർഡ് എന്തായിപ്പോയി. ഒന്നില്ലെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രം പറയുക, എന്നിട്ട് നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുക. അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കുറിച്ചിട്ട് മോശമായിട്ട് എന്തെങ്കിലും അറിയുകയാണെങ്കിൽ അത് ആ മോശമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അവിടെ പറയുക. ഇത്രയും പുകഴ്ത്തി കഴിഞ്ഞു. ഞാൻ ആ ഒരു വീഡിയോ ഫുള്ള് ആ പുള്ളിക്കാരുടെ ആ വീഡിയോ ഫുള്ള് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അവർ പറയുന്നത് ആദ്യമൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തു, ദിയാമോളെ കണ്ടെത്താൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അദ്ദേഹത്തിന് അതിനുള്ളത് കൊടുക്കട്ടെ, എത്രയും പെട്ടെന്ന് കണ്ടെത്തട്ടെ, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇനിയൊരു ഫിറോസ് കുന്നുമ്മലാവാൻ നോക്കുകയാണോ, വേറെ എന്തെങ്കിലും ദുരുദ്ദേശത്തോടു കൂടിയാണോ എന്നൊരു സംശയമുണ്ട്. സംശയം എന്നാണ് പറയുന്നത്. സംശയമുണ്ട് എന്ന് പറഞ്ഞാലും ഇത്രയും കണ്ടു കഴിഞ്ഞ് ലാസ്റ്റ് ഇങ്ങനെ പറയുന്നു. എന്താ പറയുക, പകലന്തിയോളം വെള്ളം കോരിയിട്ട് അന്തിക്ക് കുടം നിലത്തിട്ട് ഉടയ്ക്കാന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ആ ഒരു ഇതുപോലെയാണ് ഇവർ പറഞ്ഞത്. നല്ലതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇങ്ങനെയൊരു ഇത് പറഞ്ഞു. അപ്പോൾ ആ ജുനൈദിനെ കുറിച്ച് എന്തെങ്കിലും കുറ്റങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ കുറ്റങ്ങൾ മാത്രം പറയുക. നല്ലതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇങ്ങനെയൊരു ആ ഒരു 2 സെൻറ്റൻസ് അതെന്തോ എനിക്ക് അത്രയ്ക്കും നല്ലതായിട്ട് തോന്നില്ല. അദ്ദേഹത്തെ നിങ്ങൾ ആ ലൈവൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ആളുകളാണ്. എത്ര ആളുകളാണ് അറിയോ. അദ്ദേഹം ഇന്നലെ പറയാതെയാണ് ലൈവിൽ വന്നത്. എന്നിട്ട് കൂടെ കുറേ 10,000-7,000 പേര് ലൈവിലുണ്ടായിരുന്നു. ആ ലൈവ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ പറയരുത്. അദ്ദേഹത്തിന് ഒരാളെ കുറിച്ച് നല്ലത് മാത്രം പറയുക, കുറ്റമാണെങ്കിൽ കുറ്റം മാത്രം പറയുക. ഈ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇങ്ങനെ ഒരു കൊണ്ടെത്തിക്കുന്നത് നല്ലതായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഇതാണ് പുതിയ അപ്ഡേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഇതാണ് വന്നിരിക്കുന്നത്. എന്തായാലും ലൈവിൽ പറയുന്നത് ഇങ്ങനെയാണ്. അവർ വയസ്സ് തെറ്റിച്ചു കൊടുത്തതായിരിക്കും. അപ്പോൾ അത് ദിയാമോള് തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം അത് ദിയാമോള് തന്നെ ആയിരിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വീഡിയോയിൽ വരാതിരിക്കുമ്പോഴും ലൈവിൽ വരാതിരിക്കും
ചിന്തിക്കുമ്പോഴൊക്കെ കുറേ ആളുകൾ കുറ്റപ്പെടുത്തുന്നതായിട്ട് ഞാൻ കണ്ടു. ഓരോരുത്തരുടെ ഓരോ അവസ്ഥയായിരിക്കും. അദ്ദേഹം എന്താ പറയുക, ഉപ്പാക്ക് വയ്യാതെ കൂടെ ആ അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ല, അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഒരു വീഡിയോ ആയിട്ടോ അതുപോലെ തന്നെ ഒരു ലൈവിലോ വന്ന് ആരോടും പറയുന്നില്ല. അദ്ദേഹം പ്രശസ്തിയും ഇതൊന്നും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടായിരിക്കും ജുനൈദ് വീഡിയോയും ഇതിലൊന്നും വരാതിരുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇന്നലെ ഭയങ്കര ടെൻഷനിലും കാര്യത്തിലൊക്കെ ആയിരുന്നു. ആ ഫേസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇതൊക്കെ തന്നെയായിരിക്കും 100 കൂട്ടം കാര്യങ്ങൾ. അതുപോലെ തന്നെ വയനാട്ടിലെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അതുപോലെ തന്നെ ഉപ്പാൻ്റെ ആ ഒരു ഇതൊക്കെ കൊണ്ടായിരിക്കും വരാതിരുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് എല്ലാ വശങ്ങളും നോക്കണം. വെറുതെ ഒരു വശം മാത്രം നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയരുത്. അദ്ദേഹം ചെയ്യുന്നത് കാര്യങ്ങൾ അദ്ദേഹം അന്വേഷണം അവസാനിപ്പിക്കുക ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇദ്ദേഹത്തെ ഒരുപാട് സഹായിക്കാൻ വേണ്ടി കുറേ പേരുണ്ട്. ഒരു റഫീഖ് എന്ന് പറഞ്ഞൊരു ഒരാളുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. എല്ലാവരും പിന്മാറിയപ്പോഴും ആ റഫീഖ് എന്നൊരു ആളാണ് ഒരുപാട് സഹായമായിട്ട് മുന്നോട്ട് വന്നത്. അദ്ദേഹത്തിൻ്റെ ഊണും ഉറക്കവും കഴിഞ്ഞ് ദിയാമോളിന് വേണ്ടിയിട്ട് ഒരുപാട് അന്വേഷിക്കാനും അതുപോലെ എല്ലാ കടമ്പകളും റിസ്ക് ആയിട്ടുള്ളതെല്ലാം വകവയ്ക്കാതെ അദ്ദേഹം അന്വേഷണത്തിനും ജുനൈദിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ റഫീഖ് എന്ന ആ സഹോദരനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ആരോഗ്യ സൗഖ്യം അള്ളാഹു നൽകട്ടെ. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ഇപ്പോൾ ജുനൈദ് കണ്ടെത്തി ആ മോള് ദിയ ഫാത്തിമ അല്ല എങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാതെ വെറുതെ ഒരാളെ കുറ്റപ്പെടുത്തൽ ചെയ്യണം. നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അദ്ദേഹം അത്രയെങ്കിലും ചെയ്തല്ലോ എന്ന് നമ്മൾ ഈ ഒരു നിമിഷത്തിൽ പറയുക. അല്ലാതെ വെറുതെ പേരും പ്രശസ്തി നേടാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്തു കൂട്ടിയതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറയേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ കുറേ പേര് ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതായിട്ട് കണ്ടു. അവൻ ഇങ്ങനെ കുറേയൊക്കെ എന്തൊക്കെയൊക്കെയോ വിളിച്ച് പറഞ്ഞ് സ്വപ്നം കണ്ടു അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. പിന്നെ അതെല്ലാം അവസാനിപ്പിച്ചു. പിന്നെ അവനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് പറയുന്നത് കണ്ടു. ഇപ്പം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? അത് മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അദ്ദേഹം ഇത്രയെങ്കിലും കണ്ടെത്തി, എവിടെയോ കിടക്കുന്ന ഒരു പൊന്നുമോള്, അത് ദിയ ഫാത്തിമ അല്ല എങ്കിൽ അതൊരു മലയാളി പെൺകുട്ടിയാണ്, അത് വേറെ ഏതോ അച്ഛൻ്റെയോ അമ്മൻ്റെയോ മോളാണത്. അപ്പോൾ ആ മോള് കാണാതായ ആ അച്ഛനും അമ്മയും ഇപ്പോഴും ഉണ്ടാവും, ആ മോളെ അന്വേഷിക്കുന്ന അച്ഛനും അമ്മയും ഇപ്പോഴും ഉണ്ടാവും. അവർ ചിലപ്പോൾ പുറത്ത് പറയാത്തതായിരിക്കും, അല്ലെങ്കിൽ തന്നെ അവർ പോലീസും കേസൊക്കെ ആയിട്ടുണ്ടാകും. ഇതിപ്പോൾ ദിയ ഫാത്തിമയുടെ പോലീസ് കേസ് പോലെ തന്നെ ആദ്യം അവർ എന്തൊക്കെയോ അന്വേഷിച്ചു പിന്നെ ക്ലോസ് ചെയ്ത കാര്യമാണ്. പിന്നെ ജുനൈദ് സ്വപ്നം കണ്ടതിൻ്റെ ആ ഒരു പുറത്ത് മാത്രമാണ് ആ അന്വേഷണം പിന്നെയും റീഓപ്പൺ ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ ഈ മോള് ദിയ ഫാത്തിമ അല്ലെങ്കിൽ അത് വേറെ ആരുടെയോ ഒരു മോളാണ്, അവരും ആ മോളെ തേടി നടക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ഇതല്ലെങ്കിൽ വേറെ ഒരു അച്ഛനും അമ്മയ്ക്കും ചിലപ്പോൾ ഈ മോളെ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഏത് മക്കളാണെങ്കിലും നഷ്ടപ്പെട്ടാൽ അത് നഷ്ടപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു കാലത്ത് ഭിക്ഷാടന മാഫിയ അതുപോലെ തന്നെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോക്കും ഇതൊക്കെ ഭയങ്കരമായിട്ട് കൂടുതലാണ്. അപ്പോൾ സ്വന്തം അച്ഛനും അമ്മയും ഇപ്പോൾ വിൽക്കുന്നവരും ഉണ്ട്, ചിലപ്പോൾ അതും പറയാൻ പറ്റില്ല. അപ്പോൾ അത് അന്വേഷണത്തിലൊക്കെ ഇവർക്ക് കുറേ കാര്യങ്ങൾ നോക്കാനുണ്ട്. പെട്ടെന്ന് പോയി ചാടിക്കേറി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ദിയ ഫാത്തിമയെ കണ്ടെത്തിയാൽ തന്നെ വേറൊരു വീട്ടിലായിരിക്കും ആ മോള് താമസിക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന ജുനൈദിനാണെങ്കിലും പോലീസിനാണെങ്കിലും അല്ലെങ്കിൽ ദിയ ഫാത്തിമയുടെ ഉപ്പാക്കാണെങ്കിലും ഉമ്മാക്കാണെങ്കിലും ഓടിപ്പോയി ആ മോളെ കൊണ്ടുവരാൻ സാധിക്കില്ല. എന്താണെന്ന് ചോദിച്ചാൽ അത് അവർ ഇത്രയും വർഷങ്ങൾ കൊണ്ട് നോക്കുന്നതായിരിക്കും, അതിന് കുറേ റൂൾസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഇതൊക്കെ കടമ്പയെല്ലാം കടന്നിട്ട് വേണം ആ മോളെ തിരിച്ച് കൊണ്ടുവരാൻ. നമ്മൾ വിചാരിക്കുന്നത് പോലെ പെട്ടെന്നൊന്നും പറ്റുന്നൊരു കാര്യമല്ല ഒരു മിസ്സിങ് കേസ് എന്ന് പറയുന്നത്. നമ്മൾ കണ്ടെത്തിയാൽ തന്നെ അത് പെട്ടെന്ന് പിടിച്ചെടുത്ത് നമ്മുടെ മോളാണെങ്കിൽ തന്നെ അത് പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ജുനൈദ് എന്ന ആ വ്യക്തിയുടെ ആ മാനസികാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ദിയ ഫാത്തിമയുടെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ മാനസികാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. അവരത് കണ്ടെത്തിയല്ലോ, നിങ്ങളെന്താ പിടിച്ചു കൊണ്ടുവരാത്തത്, നിങ്ങൾക്ക് കണ്ടെത്തിയെങ്കിൽ പെട്ടെന്ന് കൊണ്ടുവന്നൂടെ, DNA ടെസ്റ്റ് നടത്തിക്കൂടെ എന്നൊക്കെ നമുക്ക് പറയാൻ എളുപ്പമാണ്. പക്ഷേ അതൊന്നും സാധ്യമല്ല. നമ്മൾ അതിലോട്ട് പോകുമ്പോഴേ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ജുനൈദ് കുറച്ച് കാര്യങ്ങൾ കൂടെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് കേട്ടിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം, ഒന്ന് കേട്ട് നോക്കൂ. നീതി ഏതായാലും മരിച്ചവരെ നമുക്ക് തിരിച്ചെടുക്കാൻ കിട്ടൂല. അപ്പോൾ അങ്ങനെ അവളെ കൊന്നവരൊന്നും അത്ര സുഖിച്ച് 41 ദിവസമാണ് ആ കുട്ടി ചെറുക്കൻ ജയിലിൽ കിടന്നതെന്ന് പറഞ്ഞ്. അപ്പോഴേക്കും അവൻ പൈസൻ്റെ മെടുക്കൊണ്ട് അവൻ ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളെ കൊന്ന് ഒരു കുടുംബത്തിൻ്റെ സമാധാനം നശിപ്പിച്ചിട്ട് അങ്ങനെ ഒരാൾ ഇറങ്ങി നടക്കണ്ട. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് എന്താ വേണ്ടതൊക്കെ ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ
എല്ലാവരെ പോലെ വെറുതെ വളവള വിളിച്ച് പറയല്ല. ഞാൻ അതിന് വേണ്ട കാര്യങ്ങളും വക്കീലിനെ ഏൽപ്പിച്ച് കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്തതിന് ശേഷമാണ് നാളെ ഞങ്ങളോട് പറയാൻ വരുന്നത് ആ കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാവരും നിങ്ങളെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടാവണം. അങ്ങനെ ഒരിക്കലും നമ്മുടെ നാട്ടിൽ സംഭവിക്കരുത്. പൈസക്കാർക്ക് മാത്രം ഒരു നിയമം, പൈസ ഇല്ലാത്തവനൊരു നിയമവും അത് വേണ്ടല്ലോ. ഓക്കെ. അപ്പോൾ ജുനൈദ് പറയുന്നുണ്ട് ഒരു പെൺകുട്ടി മരിച്ചതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഇന്ന് വരുമെന്ന് പറയുന്നുണ്ട്. ഇന്നലത്തെ ലൈവായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് വരുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ മോളാണെങ്കിൽ ഒരു പാവപ്പെട്ട ഒരു വീട്ടിലെ മോളാണ്. അവർക്ക് പണമൊന്നുമില്ല. ഈ ചെറുക്കനാണെങ്കിൽ അത്യാവശ്യം കാശൊക്കെ ഉള്ളതാണ്. അപ്പോൾ ആ മോള് മരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അയാൾ കഞ്ചാവ് എന്തോ ഒക്കെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഇന്നത്തെ വീഡിയോ വരുമ്പോഴേ അതിൻ്റെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ആ ഒരു വീഡിയോ ഇന്ന് എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണണം. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇത് ഞാൻ നോക്കിയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ജുനൈദ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ പെൺകുട്ടികളെ നമ്മൾക്ക് ആവശ്യത്തിന് വിദ്യാഭ്യാസം നൽകുക. എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ബാധ്യത തീർക്കാൻ വേണ്ടി പെട്ടെന്ന് കല്യാണം കഴിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരരുത്. പണ്ടൊക്കെ അങ്ങനെയാണ്. ഒരു 10ാം ക്ലാസ് എത്തുമ്പോഴേക്ക് പിള്ളേരെ കല്യാണം കഴിച്ചു കൊടുക്കും. നമ്മളൊരു ബാധ്യത തീർത്ത് വിടുകയാണ്. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. പെൺകുട്ടികൾ സ്വന്തം കാലിൽ നിർത്തിയതിന് ശേഷം മാത്രം നമ്മൾ വിവാഹത്തിനെ കുറിച്ച് ആലോചിക്കുക. അവർക്കൊരു ജോലി, ഇപ്പം ഒരു ഡിവോഴ്സായി അല്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ജോലിയുണ്ട്. ആ ജോലി വെച്ച് നമുക്ക് എന്താണെങ്കിലും പിടിച്ച് നിൽക്കാൻ പറ്റും. ഇപ്പോൾ ഒരാൾ നമ്മളെ ഇതാക്കുവാണെങ്കിൽ നമ്മൾ അത് ഓർത്ത് വിഷമിച്ച് വിലപിച്ച് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഒരു ജോലി, പെൺകുട്ടികൾക്ക് അത്യാവശ്യം വേണ്ടത് ജോലിയാണ്. അപ്പം നമ്മൾ അവരെ അതിനൊരു പ്രാപ്തരാക്കി മാറ്റുക. ഒരു 22, 23 ഒക്കെ വയസ്സായാലും കുഴപ്പമില്ല. കുട്ടികൾ ജോലി നേടട്ടെ, ജോലി കിട്ടട്ടെ. ജോലി കിട്ടിയതിന് ശേഷം മാത്രം നമ്മൾ പെൺകുട്ടികൾ വിവാഹം കഴിച്ച് അയച്ചു കൊടുക്കും. എനിക്കും 2 പെൺമക്കളാണ്. ആ പെൺമക്കൾ ആ താഴെയുള്ളവളും വളരുകയാണ്, മൂത്തവളെ വേഗം കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നമ്മൾ ബാധ്യത തീർക്കും. പക്ഷെ അത് ഒരിക്കലും ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. ഒരുപാട് അനുഭവങ്ങളുണ്ട്, ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ജുനൈദ് പറഞ്ഞതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് നല്ലതുപോലെ വിദ്യാഭ്യാസം നൽകുക. നല്ല ജോലി കിട്ടിയതിന് ശേഷം മാത്രം ഒരു വിവാഹത്തിനെ കുറിച്ച് ആലോചിക്കുക. അപ്പോൾ ആ മോള് മരിച്ചു. അവർക്ക് പണമില്ലാത്തത് കൊണ്ട് അവന് പണമുണ്ട്. അപ്പോൾ അവൻ നിഷ്പ്രയാസം 40 ദിവസം എന്തോ ജയിലിൽ കിടന്നു. അവൻ നിഷ്പ്രയാസം പുറത്തിറങ്ങി. പക്ഷേ അതിന് കേസ് എന്തോ ജുനൈദ് ഏറ്റെടുത്തിട്ടുണ്ട്. അതിനുള്ള വക്കീലിനെയൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇന്ന് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണ് അതിൽ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു ഇത് കണ്ടപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ എന്തായാലും ഇതൊരു നല്ലൊരു ടോപ്പിക്കായിട്ട് എനിക്ക് തോന്നി. ഇന്നലെ വന്ന ലൈവിൽ എല്ലാം കറക്റ്റ് കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ജുനൈദ് എന്നൊരു വ്യക്തി എല്ലാവർക്കും നല്ലൊരു മാതൃക തന്നെയാണ്. ഇദ്ദേഹത്തെ പോലുള്ള യുവാക്കൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിന് മനസ്സുപോലെ തന്നെ അദ്ദേഹത്തിന് നന്മ ചെയ്യാനുള്ളതുപോലെ തന്നെ ഇനിയും കുറേ യുവാക്കൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ദുആ ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ ഒരു ടോപ്പിക് ഇത്രയേ ഉള്ളൂ. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.